നമ്മുടെ നവമുകുന്ദന്റെ തിരുമുറ്റത്താണ് നിള ആരതി നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വാരണാസിയിലോ ഒരു ഹരിദ്വാറിലോ ഒരു കാശിയിലോ ഇരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കിട്ടിയത്. നമ്മുടെ ഈ ഭാരതപ്പുഴ ഗംഗാ നദിക്ക് സമാനം അങ്ങനെ ഉജ്ജ്വലിച്ച് ഒഴുകുന്ന കാഴ്ച കണ്ടു ആരതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തത്ര അനുഭൂതിയാണ് ഉണ്ടായത്. എനിക്ക് എങ്ങനെ അത് പറഞ്ഞു തരണം എന്നറിഞ്ഞാൽ മാത്രമല്ല, ആ സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പോസിറ്റീവ് എനർജി മാത്രമല്ല എത്ര ആളുകളാണ് ഇവിടെ ഇത് കാണാനായിട്ട്, ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, ഈ പുണ്യ ഭൂമിയിൽ നിന്നുകൊണ്ട് ആണ് ഞാനിപ്പോ സംസാരിക്കുന്ന. നിള ആരതി തൊഴുതു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു, ഒരുപാട് സ്വാമിമാരെ കണ്ടു, ഒരുപാട് ഭക്തജനങ്ങളെ കണ്ടു, ഒരുപാട് ഗോപികോമന്മാരെ കണ്ടു. അപ്പൊ അതിന്റെ ഇടയിൽ ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഞാൻ നാവാമുകുന്ദ പാട്ട് ഇങ്ങനെ തോണിയിൽ ഇരുന്നപ്പോൾ പാടിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത് നാവാമുകുന്ദ എന്നുള്ള ആ പാട്ടിന് ശരിക്കും ഇടയ്ക്ക് കൊട്ടിയ ആള് ഇദ്ദേഹമാണ്. പേര് പറഞ്ഞേ? കൃഷ്ണകുമാർ, ഡോക്ടർ കൃഷ്ണകുമാർ. ഇദ്ദേഹം തൃശ്ശൂർ. ഇദ്ദേഹമാണ് ശരിക്കും നാവാമുകുന്ദ ഹരേ എന്നുള്ള പാട്ടിനെ ഇടയ്ക്ക് കൊട്ടിയത്. ദേശാടന സിനിമ. അങ്ങനെയാണ് നമ്മുടെ ജയരാജ് സാറ്, അതെ, കൈതപ്രം നമ്പൂതിരി സാറ്, ദാമോദരൻ നമ്പൂതിരി സാറിന്റെ ലിറിക്സ്, സംഗീതം മകനും പാടിക്കണം, ദീപാങ്കുരൻ, മഞ്ജുവും കൂടി പാടിയ പാട്ട്. അതെ ഇദ്ദേഹം ഇടയ്ക്ക് ഇപ്പൊ കൊട്ടുമ്പോ ഞാൻ ആ പാട്ട് പാടാനൊരു ശ്രമം നടത്തുകയാണ്. അല്ലേ, പാടല്ലേ? അമ്പലത്തിന്റെ തിരുനാവായ അമ്പലത്തിന്റെ നടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നാവാമുകുന്ദ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫിലിമിന് വേണ്ടി വായിച്ചത്. അപ്പൊ തന്നെ അത് സിനിമാ തിയേറ്ററിൽ ഞാൻ കാണുമ്പോൾ ഒരു കുളിര് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുളിര് അതേ ഒരു 10 മടങ്ങ് നടന്നുകൊണ്ട് അവിടെ എനിക്കുണ്ട് ഈ നടയിൽ നിന്ന് വയ്ക്കും. പിന്നെ അതിനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ എന്തായിരുന്നല്ല, ഇവിടെ ആറിന് നടക്കുമ്പോൾ നിങ്ങളതിൻ്റെ ഓരോ ജലത്തുള്ളികളിലും കുളിരണി ഉണ്ടാവും. കാരണം സ്വന്തം എന്നെ പേര് പറഞ്ഞ് നിളാനദിക്ക് വിജയെന്ന് പറഞ്ഞ് ആരതി വീഴുമ്പോൾ ലക്ഷക്കണക്കിന് 3.5 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ജനങ്ങൾ കാണുമ്പോൾ എനിക്ക് സന്തോഷം ഇല്ലേ? എന്നെ പൂജിക്കുന്നു അതേ സന്തോഷത്തെ കുളിരാണ്. സത്യമായിട്ട് കരഞ്ഞു പോകും നമ്മള്. ശരിക്കും കാശിയിലാണോ ഇരിക്കുന്നത്? ഇത് കാശിയാണോ? നമ്മുടെ മുന്നിൽ ഭാരതപ്പുഴയായിട്ട് ഒഴുകണ ഗംഗയാണോ എന്ന അക്ഷരാർത്ഥത്തിൽ തോന്നിപ്പോകുന്ന ഒരു, എന്താ പറയാ, നമ്മുടെ കണ്ണുകള് ഈറനണിയുന്ന ഭക്തി കൊണ്ടാണ്. ഭക്തിയും ഭഗവാനുള്ള സ്നേഹം. പണ്ട് ഗുരുവായൂർ അമ്പലം പോലെ ആവുമോ തിരുനാവായ എന്ന് പല പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഭഗവാൻ ഉയർത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് പാടാം. ശ്രുതിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ.
രാധേ രാധേ. അതെയോ? സന്തോഷം സന്തോഷം. ആ വരൂ, എല്ലാരും വരൂ, എല്ലാരും ഇങ്ങോട്ട് വരൂ. ജസ്റ്റ് എല്ലാരും ഒന്ന് കാണിച്ചിട്ട് എന്താ ആരുടെ അനുഭവം എന്താ? അടിപൊളിയല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, എന്താ ആരതിയുടെ അനുഭവം പറഞ്ഞോളൂ. ഉറങ്ങിയിട്ട് 15 ദിവസമായി സംഘാടകരൊക്കെ. എന്തായാലും സന്തോഷം. ഒരു ഭയങ്കര വല്ലാത്തൊരു സന്തോഷമുള്ള അനുഭവമാണിത്. സ്വാമിജിക്ക് എന്തോ പറയാനുണ്ട്. പറയൂ പറയൂ. അദ്ദേഹത്തിന് ഒരു അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. നിങ്ങൾ ഇനിയും വരണം. ഇനി ഒരുപാട് ആളുകൾ തിരുനാവായ നവമുകുന്ദന്റെ അടുത്ത് വരണം. അതിന് നമ്മളെല്ലാവരും ഇതിന്റെ സത്യം പറഞ്ഞാല് ഇതിന്റെ 2 ട്രെയിൻ സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട്, തിരുനാവായ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ 3-4 വണ്ടിക്ക് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതെ അതെ. ഇനി ഒരു ചേഞ്ച് നമ്മുടെ ഭൂമിയിൽ, മീൻസ് നമ്മുടെ കേരള ഭൂമിയിൽ ഉണ്ടാകാൻ, പരശുരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്ന നമ്മുടെ കേരള ഭൂമിയിലെ സെന്റർ പോയിന്റ് ആയിട്ടുള്ള ഇവിടെ നിന്ന് തുടങ്ങട്ടെ മാറ്റങ്ങള്. ഭാരതത്തിന്റെ പേരിലുള്ള ഒരേ ഒരു പുഴ സത്യ. അപ്പൊ അതെ, ഭാരതത്തിലുള്ള എല്ലാവർക്കും ഈ പുണ്യഭൂമിയിൽ ഒരു പ്രാവശ്യം വരണം. കാരണം ഇത് ഭാരതപ്പുഴയാണ്. സപ്തസിന്ധുക്കളുടെ സാന്നിധ്യമുള്ള ഭാരതപ്പുഴ. പരശുരാമൻ ഇവിടെ ത്രിമൂർത്തികളെ കൊണ്ടുവന്ന് യാഗം ചെയ്ത സ്ഥലം. എല്ലാ 30 ദേവീ ദേവന്മാരും പത്നി സമേതരായി ഇവിടെ വന്ന് സ്നാനം ചെയ്തിട്ടുണ്ട്. ബ്രഹ്മ, ശിവൻ, വിഷ്ണു സംഗമ ഭൂമിയാണിത്. അതെ, ത്രികോണാകൃതിയിലെ ത്രിമൂർത്തി സംഗമ സ്ഥാനം. അപ്പോ അതെ. പിന്നെ ഇവിടെ ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സഹിഷ്ണുതയുള്ള സമാധാനമുള്ള ജില്ലയാണ്. ഇവിടെ വന്ന സ്വാമിജിമാർക്ക് എല്ലാം പറയാനുള്ള ആളാണ്. ഇവിടെയുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ ഇതിന് എല്ലാ സപ്പോർട്ടുമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ആരും ഒന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കണില്ല. അപ്പൊ എല്ലാ മതസ്ഥരും ഇതിന് സപ്പോർട്ടാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഖ്യാതി തന്നെ ഉയർന്നിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലുള്ള എല്ലാവരും അന്യമതസ്ഥരായിട്ടുള്ളവർ, അവരും വിശ്വാസികളാണ്. അവരും ഇതിനെ കണ്ട് അത്ഭുതത്തോടുകൂടി ഇവിടെ നിളാരത്തി കാണാൻ മറ്റുള്ള മതസ്ഥർ പോലും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മള് എല്ലാവരെയും റെസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള പരമമായ സത്യം നമ്മളിവിടെ. ബലിതർപ്പണം ഉണ്ട് ഇവിടെ രാവിലെ 5 മണി മുതൽ 5 മണി വരെ ബലിതർപ്പണം ഇടുന്നതിന്റെ മുഖ്യ രക്ഷാധികാരി രാധേട്ടനാണ്. നമ്മുടെ പിതൃതർപ്പണം ഇവിടെ പ്രധാനമായിട്ട് ഇടുന്ന രാധേട്ടനാണ്. അപ്പോ എല്ലാവരും ഇവിടെ വരാം. എന്നിട്ട് ഈ സംഗമ ഭൂമിയിൽ വന്ന് ആനന്ദിക്കുക, സ്നാനം എടുക്കുക. പിന്നെ സ്വാമിജി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിന്റെ pH ലെവല് ഗംഗാ നദിയുടെ അതേ പ്യൂരിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇപ്പോ നമ്മള് 3 തരത്തിലുള്ള ദേവന്മാരെ പ്രീതിപ്പെടുത്തുക, പിതൃക്കളെ പ്രീതിപ്പെടുത്തുക, നമ്മുടെ ഋഷിമാരെ പ്രീതിപ്പെടുത്തുക. ഇതിലെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ദേവപ്രീതി കഴിഞ്ഞു, പിതൃക്കളുടെ പ്രീതി കഴിഞ്ഞു. ഇനി വരാൻ പോണത് ഋഷിമാരുടെ പ്രീതിയാണ്. അപ്പൊ അവരും കൂടി ഇവിടെ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജിയും കൂടി ഈ നദിക്ക് കിട്ടുമ്പോൾ ഇവിടെ വന്ന് സ്നാനം ചെയ്യുന്നവർക്ക് അതിന്റെ പോസിറ്റീവ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി കുളിക്കാം. രാവിലെ 8 മണിക്ക് ആചാര്യൻ മന്ത്രം കൊണ്ടുകൊടുക്കും. അതെ, 6 മണി മുതൽ വൈകുന്നേരം, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് ഇവിടെ നിള സ്നാനം ചെയ്യാം. പക്ഷെ രാവിലെ 8 മണിക്ക് വന്നാൽ ആചാര്യന്മാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നാമമന്ത്രങ്ങളൊക്കെ ജപിച്ച് നിങ്ങൾക്ക് സ്നാനത്തിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരുമെന്നാണ് പറയുന്നത്. അല്ലാതെ വരുന്നവർക്ക് 6 മണി വരെ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ നിള ആരതിയും കണ്ടു 8 മണിയാകുമ്പോൾ സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിള ആരതിയും തൊഴുതിട്ട് ഇവിടെ നിന്ന് പോകാം. അപ്പൊ എല്ലാവരും വരാം. ഭക്തജനങ്ങളുടെ സംഗമ ഭൂമിയായിട്ട് ഇനി വരാൻ പോണ ഋഷിമാരുടെ സമയമാണ്, അവരെ പൂജിക്കുന്ന സമയമാണ്. അതും എല്ലാവരും കാണാനായിട്ട് വരാം. ഫെബ്രുവരി 1, 2, 3 പ്രധാനമാണ്. 1 പൗർണമിയാണ്, 3 ഇവിടുത്തെ അമൃത സ്നാനത്തിന്റെ ദിവസമാണ്. അപ്പൊ എല്ലാവരും വരിക, എന്നിട്ട് സന്തോഷിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ നാവാം മുകുന്ദന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. നമഃ പാർവതി പദയേ, ഹര ഹര മഹാദേവ്.
കൊടുത്തോളൂ 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 വരെ ചെല്ലു താങ്ക് യു ഇങ്ങോട്ട് നോക്കിക്കോളൂ ഇങ്ങോട്ട് നോക്കിക്കോളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. മതി. എന്താ ചേട്ടന്റെ പേര്? പരസാണോ? കൊള്ളാട്ടോ, നന്നായിട്ട്. താമരപ്പൂ പിടിച്ചിരിക്കുന്ന കാണാൻ ഇവിടുത്തെ നാമമുകുന്ദന്റെ താമരപ്പൂ കൊണ്ടാണ് എപ്പോഴും അഭിഷേകം. ഈ നിളയിലെ വെള്ളം കൊണ്ടേ ഭഗവാൻ അഭിഷേകം ചെയ്യുള്ളൂ. അങ്ങനെ നവയോഗി ചെയ്തുകൊണ്ടാണ് ആ വിഗ്രഹം മാത്രം ഇപ്പോഴും ഉള്ളിൽ ഇരിക്കുന്നത്. താങ്ക് യു.